നമസ്കാരം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് തകർന്നു വീണ ഒരു അമേരിക്കൻ പോർ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയത് പാശ്ചാത്യ മാധ്യമങ്ങളിൽ വലിയൊരു വാർത്തയായി മാറുകയാണ്. 82 വർഷങ്ങളാണ് ഈ വിമാനം മറഞ്ഞു കിടക്കുകയായിരുന്നത്. ന്യൂ ബ്രിട്ടനിലെ ഒരു വനത്തിനുള്ളിൽ, അതായത് പർവ്വതങ്ങളാൽ മൂടപ്പെട്ട ഒരു വലിയ കാടിനുള്ളിലാണ് ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ പായൽ കൊണ്ട് മൂടിയ നിലയിൽ കണ്ടെത്തിയത്. ഇവിടെ റോഡ് നിർമ്മാണത്തിനായി ഒരു കമ്പനി കോൺട്രാക്റ്റ് ഏറ്റെടുത്തിരുന്നു. അവർ ഇതിൻ്റെ ഭാഗമായി മരങ്ങൾ മുറിക്കാനായി യന്ത്രങ്ങളുമായി എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഒരു പഴയ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അങ്ങനെ അവർ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ സംഭവിച്ച ഒരു വിമാന ദുരന്തത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് എന്ന് മനസ്സിലാക്കിയത്. ഈ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്ന ഒരു വ്യോമയാന വിദഗ്ധനെക്കുറിച്ചും ആ രാജ്യത്തൊക്കെ തന്നെ വലിയ തോതിലുള്ള സൽപ്പേരും ഉണ്ടായിരുന്നു. തോമസ് എൽ കോട്ട്നർ എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം നല്ലൊരു ഷൂട്ടർ കൂടിയായിരുന്നു. പോർവിമാനങ്ങൾ സഞ്ചരിച്ച് കൃത്യമായ സ്ഥലങ്ങളിൽ ബോംബ് വർഷിക്കാനും വെടിവയ്ക്കാനും ഒക്കെ തന്നെ അസാമാന്യമായ കഴിവ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. സൈന്യത്തിൽ നിന്ന് വിവിധ മെഡലുകൾ ഇതിനായി ഇദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം മൂർച്ഛിച്ച് നിൽക്കുന്ന സമയത്ത് ജപ്പാനിലെ 2 വ്യോമസേന താവളങ്ങൾ ആക്രമിക്കാൻ സഖ്യകക്ഷികൾ തീരുമാനിക്കുകയായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് 7 യുദ്ധവിമാനങ്ങൾ, ബോംബർ വിമാനങ്ങൾ ഈ ദൗത്യവുമായി യാത്ര തിരിച്ചത്. അതിലൊന്ന് കോട്ട്നർ സഞ്ചരിച്ചിരുന്ന വിമാനവുമായിരുന്നു. ഈ ദൗത്യത്തിനായി പോയ 7 വിമാനങ്ങളിൽ 2 വിമാനങ്ങൾ മാത്രമാണ് ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയെത്തിയത്. ബാക്കി വിമാനങ്ങൾ എവിടെ പോയി എന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. കോട്ട്നർ സഞ്ചരിച്ചിരുന്ന ഈ വിമാനവും എവിടെയാണ് പോയി മറഞ്ഞത് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വിമാനങ്ങളെ ഒരുപക്ഷെ വെടിവെച്ചിട്ടതായിരിക്കില്ല എന്നാണ് ഇപ്പോൾ വ്യോമയാന വിദഗ്ധർ പറയുന്നത്. ആ ദിവസം ഈ മേഖലയിലാകെ തന്നെ കനത്ത മഴയായിരുന്നു. മഴ, ഇടിമിന്നൽ, കൊടുങ്കാറ്റ് തുടങ്ങിയവ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ മോശം കാലാവസ്ഥയിൽപ്പെട്ട് അന്നത്തെ കാലത്ത് വിമാനങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെ അത്രയും പ്രതിരോധശേഷി ഉള്ളതായിരിക്കില്ല. അങ്ങനെ ഈ വിമാനം തകർന്നു വീണിരിക്കാം എന്നാണ് ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും കോട്ട്നറെ കാണാതായ വാർത്ത അന്നത്തെ കാലത്ത് മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയൊരു പ്രകമ്പനം സൃഷ്ടിച്ചിരുന്നു. കാരണം എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രമുഖനായ വ്യക്തിയായിരുന്നു കോട്ട്നർ. അദ്ദേഹത്തിൻ്റെ ഇരട്ട സഹോദരനും അമേരിക്കൻ വ്യോമസേനയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തൻ്റെ സഹോദരനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ കഴിയുമോ എന്ന് എപ്പോഴും ഉത്കണ്ഠയോടെ തിരക്കുമായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം അന്തരിച്ചത്. ഒരുപക്ഷെ അവിടെ നിന്ന് വിമാനത്തിൽ നിന്ന് എന്തെങ്കിലും ശരീരാവശിഷ്ടത്തിൻ്റെ ഭാഗങ്ങൾ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ട സഹോദരൻ ജീവിച്ചിരുന്നു എങ്കിൽ DNA ടെസ്റ്റ് നടത്താൻ ഏറ്റവും എളുപ്പമായിരുന്നു എന്നാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ അദ്ദേഹവും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഏതായാലും ഇത് വലിയൊരു സസ്പെൻസിന് ഇപ്പോൾ വിരാമമായിരിക്കണം. ഈ വിമാനം എവിടെ പോയി മറഞ്ഞു എന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. ഇതേക്കുറിച്ച് വ്യാപകമായി തന്നെ അന്ന് അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ഒരിടത്തും വിമാനം കണ്ടെത്താൻ കഴിഞ്ഞില്ലായിരുന്നു. വ്യോമയാന മേഖലയിലെ വളരെ പ്രമുഖരായ ആളുകൾ ഇപ്പോൾ നിർദ്ദേശിക്കുന്ന ഒരു കാര്യം, എത്രയും വേഗം വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഈ സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാർ വിമാനത്തിൻ്റെ പല അവശിഷ്ടങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും ഒരുപക്ഷെ അന്നത്തെ കാലത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെത്താൻ കഴിയും എന്നുള്ള ആ ഒരു അവസ്ഥ ഇല്ലാതാവുകയും ചെയ്യും എന്നാണ്. വിമാനത്തിൻ്റെ സീരിയൽ നമ്പർ കണക്കാക്കിയാണ് ഈ ഗവേഷകർ ശക്തമായ തോതിലുള്ള പഠനം നടത്തി ഈ വിമാനം ഏതായിരുന്നു എന്ന്, കോട്ട്നർ സഞ്ചരിച്ചിരുന്ന വിമാനമായിരുന്നു ഒക്കെ തന്നെ അന്ന് കണ്ടെത്തിയത്. ഏതായാലും രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഒരു ദുരൂഹത കൂടി ഇപ്പോൾ പൂർണ്ണമായി മാറുകയാണ്. പക്ഷേ കോട്ട്നറുടെ കുടുംബാംഗങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും വിമാനത്തിലോ പരിസരത്തോ ഉണ്ടായിരുന്നോ എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങളും ഇനിയും ലഭ്യമല്ല.